ബൾഗേറിയയിലെ അന്ധയായ പ്രവാചക ബാബ വാങ്ക എന്നറിയപ്പെടുന്ന വാൻഗേലിയ പാണ്ഡേവ ഗുസ്റ്റോറോവയുടെ പ്രവചനങ്ങൾ വീണ്ടും ലോകമെമ്പാടുമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ബാൾക്കൻസിലെ നോസ്ട്രഡാമസ് എന്ന് വിളിപ്പേരുള്ള ഈ മിസ്റ്റിക്കിൻ്റെ 2026 കുറിച്ചിട്ടുള്ള പ്രവചനങ്ങൾ ഭയവും ആകാംക്ഷയും ഒരുപോലെ സൃഷ്ടിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, ലോകമഹായുദ്ധം, അന്യഗ്രഹ ജീവികളുമായുള്ള സമ്പർക്കം, സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള അവരുടെ പ്രവചനങ്ങൾ കേവലം അന്ധവിശ്വാസമായി തള്ളിക്കളയേണ്ടവയാണോ? അതോ ലോകമിന്ന് നേരിടുന്ന വെല്ലുവിളികളുടെ പ്രതിഫലനമാണോ? ബാബ വാങ്കയുടെ പ്രവചനമനുസരിച്ച് 2026 എന്നത് പഴയ ശക്തികൾ തകരുകയും പുതിയ ശക്തികൾ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സുപ്രധാന പരിവർത്തനത്തിൻ്റെ വർഷമായിരിക്കും. ലോകത്തിൻ്റെ ആഗോള അധികാര കേന്ദ്രം ഏഷ്യയിലേക്ക് മാറുമെന്നും ചൈന ലോകത്തിലെ മുൻനിര സൈനിക സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരുമെന്നുമാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ നിലനിന്നിരുന്ന ആഗോള ആധിപത്യം അവസാനിക്കുന്നു എന്നതിൻ്റെ സുപ്രധാനമായ സൂചനയാണിത്. നിലവിലെ ലോക സാഹചര്യങ്ങൾ ഈ പ്രവചനത്തിന് കൂടുതൽ ഭാരം നൽകുന്നു. സാമ്പത്തികമായും സൈനികമായും ചൈനയുടെ അതിവേഗ വളർച്ചയും ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ലോക സാമ്പത്തിക ഭൂപടം ഏഷ്യയിലേക്ക് മാറുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. ബാബ വാങ്കയുടെ ഈ ദർശനം അക്ഷരം പ്രതി സംഭവിക്കുമോ എന്നതിലുപരി നിലവിലെ ഭൗമ രാഷ്ട്രീയ ട്രെൻഡുകൾക്ക് അടിവരയിടുന്ന ഒന്നായി ഇതിനെ കണക്കാക്കാം. 2026 കുറിച്ച് ബാബ വാങ്കെ മുന്നോട്ട് വെച്ച ഏറ്റവും ഭീകരമായ പ്രവചനം ഒരു ആഗോള പോരാട്ടത്തെ, അതായത് വേൾഡ് വൈഡ് സ്ട്രഗിളിനെ കുറിച്ചാണ്. ഈ പോരാട്ടം അക്ഷരീയമായ ഒരു ലോക മഹായുദ്ധമാണോ അതോ സാമ്പത്തികവും പ്രത്യയശാസ്ത്രപരവുമായ ഒരു പോരാട്ടമാണോ എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ഈ ആഗോള പോരാട്ടത്തിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെടുമെന്നും പല രാജ്യങ്ങളും അവരുടെ അധികാര കേന്ദ്രങ്ങൾ സമൂലമായി പുനഃസംഘടിപ്പിക്കുമെന്നും അവർ പ്രവചിച്ചതായി പറയപ്പെടുന്നു. കൂടാതെ 2026 പുതിയൊരു റഷ്യൻ നേതാവ് ഉദയം ചെയ്യുമെന്നും അദ്ദേഹത്തിന് ലോകമെമ്പാടും ഗണ്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും വാങ്ക പ്രവചിക്കുന്നു. ഈ ഭരണാധികാരിയെ ലോകത്തിൻ്റെ നാഥൻ അഥവാ ലോർഡ് ഓഫ് ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കാമെന്നും അദ്ദേഹത്തിന് അതിരുകടന്ന അധികാരവും ആഗോള സ്വാധീനവും ഉണ്ടാകുമെന്നും പ്രവചനമുണ്ട്. റഷ്യൻ രാഷ്ട്രീയത്തിലെ ഉന്നത സ്ഥാനങ്ങളിലേക്കുള്ള ഒരു പുതിയ മുഖത്തിൻ്റെ ഉദയമാകാം ഇത് എന്ന് സൂചിപ്പിക്കുന്നത്. എന്നാൽ ലോകത്തിൻ്റെ നാഥൻ എന്ന പ്രയോഗം അക്ഷരീയമായി എടുക്കുന്നതിന് പകരം അതിശക്തമായ വ്യക്തിത്വവും അചഞ്ചലമായ നേതൃശേഷിയുമുള്ള ഒരു ആഗോള ശക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ കാലിക പ്രസക്തിയുള്ള മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആധിപത്യത്തെക്കുറിച്ചിട്ടുള്ളതാണ്. 2026 AI മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുകയും മനുഷ്യൻ്റെ മേൽ നിയന്ത്രണം നേടുകയും ചെയ്യുമെന്ന് അവർ പ്രവചിച്ചതായി പറയപ്പെടുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ആശങ്കകളിലൊന്നാണ് AI വളർച്ച. AI നമ്മുടെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും വിദഗ്ധർ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം ഒഴിവാക്കാൻ ഡെവലപ്പർമാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് AI എന്നൊരു ആശയം പോലും സാധാരണ ജനങ്ങൾക്ക് അന്യമായിരുന്ന കാലത്ത് ഇങ്ങനെയൊരു സാങ്കേതിക വിദ്യയുടെ ഭീഷണിയെക്കുറിച്ച് പ്രവചിക്കാൻ കഴിഞ്ഞു എന്നത് അത്ഭുതകരമായി തോന്നാമെങ്കിലും കാലങ്ങളായി മാനവരാശിയെ ആശങ്കപ്പെടുത്തുന്ന യന്ത്രങ്ങളുടെ ആധിപത്യം എന്ന ഭയം വാങ്കയുടെ ദർശനങ്ങളിലും പ്രതിഫലിച്ചു എന്ന് കരുതാം. 2026 ലോകം ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് സാക്ഷ്യം വഹിക്കുമെന്നും ബാബ വാങ്കെ പ്രവചിക്കുന്നു. വിപണി തകർച്ചകൾ, ബാങ്ക് പരാജയങ്ങൾ, കറൻസി സമ്പ്രദായങ്ങളുടെ തകർച്ച, അനിയന്ത്രിതമായ പണപ്പെരുപ്പം എന്നിവ ഇതിൻ്റെ ഫലമായി കണക്കാക്കാം. ആഗോള സാമ്പത്തിക വിദഗ്ധർ വർഷങ്ങളായി മുന്നറിയിപ്പ് നൽകുന്ന സാമ്പത്തിക അസ്ഥിരതയുടെ ഒരു മൂർത്ത രൂപമാവാം ഈ പ്രവചനം. ഇതിനിടയിൽ ആശ്വാസം നൽകുന്ന മറ്റൊരു പ്രവചനവും വാങ്കയുടേതായി പുറത്തു വന്നിട്ടുണ്ട്. 2026 സ്വർണ്ണവില ഗണ്യമായി വർദ്ധിക്കുകയും ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്യും. സ്വർണത്തിന്റെ വില 40% വരെ ഉയരാനും സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത താവളമായി കണക്കാക്കുന്ന സ്വർണത്തിലേക്ക് തിരിയുന്നത് സാധാരണമാണ്. ഈ പ്രവചനം നിക്ഷേപകർക്ക് സ്വർണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സൂചനയായി ചിലർ വ്യാഖ്യാനിക്കുന്നു. 2026 കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രത്യാഘാതങ്ങൾ കാരണം നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും ബാബ വാങ്കെ പ്രവചിക്കുന്നു. ഭൂമിയുടെ പല ഭാഗങ്ങളിലും അതിരൂക്ഷമായ ചൂടും വെള്ളപ്പൊക്കവും ഉണ്ടാകാം. വലിയ ഭൂകമ്പങ്ങൾക്കും മറ്റ് നാശനഷ്ടങ്ങൾക്കും ഇത് വഴിവെച്ചേക്കാം. കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായതിനാൽ ഈ പ്രവചനത്തെ തള്ളിക്കളയാൻ സാധ്യമല്ല. കൂടുതൽ നാടകീയമായ മറ്റൊരു പ്രവചനം 2026 മനുഷ്യൻ അന്യഗ്രഹ ജീവികളുമായി സമ്പർക്കത്തിൽ വരും എന്നതാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു ഭീമാകാരമായ ബഹിരാകാശ പേടകം പ്രവേശിക്കുമെന്ന ഊഹക്കച്ചവടങ്ങൾ ഓൺലൈനിൽ ഈ പ്രവചനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ അന്യഗ്രഹ ജീവികളെ തേടുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രവചനം ഒരുപാട് കൗതുകമുണർത്തുന്നു.
ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ഇന്ത്യ ചൈന അതിർത്തി, തായ്വാൻ, ദക്ഷിണ ചൈന കടൽ എന്നിവിടങ്ങളിൽ 2026 ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന വെല്ലുവിളികളെക്കുറിച്ചും സൂചന നൽകുന്നു. പ്രാദേശിക വിപുലീകരണ ശ്രമങ്ങളും പുതിയ കൂട്ടുകെട്ടുകളും നിലവിലെ ആഗോള ക്രമത്തെ മാറ്റിമറിക്കും. ഇസ്രായേൽ, ഇറാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തായ്ലൻഡ്, കംബോഡിയ തുടങ്ങിയ സംഘർഷ മേഖലകളിലെ യുദ്ധങ്ങളെക്കുറിച്ച് 2025 കേന്ദ്രീകരിച്ചും അവർ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം നിലവിലെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കത്തിന്റെ ഒരു പ്രതിഫലനം മാത്രമായി കാണേണ്ടതുണ്ടോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ബാബ വാങ്കയുടെ യഥാർത്ഥ പേര് വാൻഗേലിയ പാണ്ഡേവ ഗുഷ്ടെറോവ എന്നാണ്. 1911 ഒക്ടോബർ 3 ഒട്ടോമൻ സാമ്രാജ്യത്തിൽ ജനിച്ച അവർക്ക് 12ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു. 1996 ഓഗസ്റ്റ് 11 ബൾഗേറിയയിൽ വെച്ച് അവർ അന്തരിച്ചു. അവരുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് അമേരിക്കയിലെ 9/11 തീവ്രവാദ ആക്രമണങ്ങൾ, ചൈനയുടെ സാമ്പത്തിക വികസനം, വർദ്ധിച്ചുവരുന്ന തീവ്രവാദം, സാങ്കേതിക വിദ്യയുടെ വികസനം എന്നിവ. എങ്കിലും അവരുടെ പ്രവചനങ്ങൾ പലപ്പോഴും അവ്യക്തവും വ്യാഖ്യാനങ്ങൾക്ക് വിധേയവുമാണ്. പല പ്രവചനങ്ങളും സംഭവിച്ചതിന് ശേഷം മാത്രം കൃത്യതയുള്ളതായി തോന്നുന്ന രീതിയിൽ എഴുതപ്പെട്ടവയാണ്. 2026 കുറിച്ചിട്ടുള്ള ഭീകരമായ പ്രവചനങ്ങൾക്ക് പിന്നിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന രീതികളും അനിശ്ചിതത്വങ്ങളുമാണ് പ്രധാനമായും പ്രതിഫലിക്കുന്നത്. ഇത്തരം പ്രവചനങ്ങൾ കേട്ട് ഭയപ്പെടുന്നതിന് പകരം മുന്നോട്ടുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള മുന്നറിയിപ്പുകളായി അവയെ നമുക്ക് കണക്കാക്കാം. AI-യുടെ ആധിപത്യത്തെക്കുറിച്ചിട്ടുള്ള ആശങ്കകളായാലും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളായാലും അവയെല്ലാം നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് ബാബ വാങ്കയുടെ വാക്കുകളെ അന്ധമായി വിശ്വസിക്കാതെ നമ്മുടെ കർമ്മങ്ങളിൽ ശ്രദ്ധിച്ച് വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കായി തയ്യാറെടുക്കുന്നതാണ് ഉചിതം. ലോകത്തെ നിയന്ത്രിക്കുന്ന പരമമായ ശക്തിക്ക് മുകളിൽ മറ്റൊരു പ്രവചനവുമില്ല എന്ന തിരിച്ചറിവോടെ നല്ല കർമ്മങ്ങളെയും മോശം കർമ്മങ്ങളെയും വേർതിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം.